الحمد لله رب العالمين الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان والأخوات أوصيكم عباد الله وإياي بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സത്യവിശ്വാസികളെ വിശ്വാസികളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് യഥാർത്ഥ മുത്തഖികളായി നിലകൊള്ളണമേ എന്ന് സ്വന്തത്തോടുന്നതുപോലെ ആദ്യമായി വസിയത്ത് ചെയ്യുകയാണ്. അർഹമർ റഹ്മാനായ നാഥൻ യഥാർത്ഥ മുത്തഖീങ്ങളിൽ നാം ഇവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിം ഉമ്മത്തിന് വളരെ വലിയ അനുഗ്രഹമാണ് അല്ലാഹു ചെയ്തിട്ടുള്ളത്. എല്ലാ രംഗത്തും മുസ്ലിം ലോകത്തിന് നന്മയാവുന്ന മാതൃകയാവുന്ന ഒരു സമുദായമായിട്ടാണ് അല്ലാഹു സംവിധാനിച്ചിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിൽ അവരെ കുറിച്ച് പരിചയപ്പെടുത്തിയത് അങ്ങനെയാണ്. റബ്ബ് തആല സൂറത്തുൽ ബഖറയിൽ നമ്മെ പരിചയപ്പെടുന്നുണ്ട് ആരാണ് മുസ്ലിങ്ങൾ. വകദാലിക ജഅൽനാകും ഉമ്മത്തൻ വസത, അപ്രകാരം നാം നിങ്ങളെ ഒരു ഉമ്മത്തൻ വസതയായി, ഒരു മധ്യമ സമൂഹമായി നിങ്ങളെ നാം ആക്കിയിരിക്കുന്നു എന്ന്. മധ്യമ സമൂഹം എന്ന് പറയുമ്പോൾ തീവ്രതയില്ലാത്ത ജീർണതയില്ലാത്ത രണ്ടിനും മധ്യയുള്ള ഒരു നിലപാട് എന്നുള്ളതാണ്. ഇസ്ലാമിൽ ഒരു കാര്യത്തിലും തീവ്രമായ ഒരു നിലപാട് പാടുള്ളതല്ല. അത് മതവിഷയമായിരുന്നാലും ഭൗതിക വിഷയമായിരുന്നാലും അതിൽ തീവ്രത പാടില്ല എന്നതാണ് ഇസ്ലാമിന്റെ നിലപാട്. അതുപോലെ തന്നെ മൂല്യങ്ങളിൽ നിന്ന് മാറി ജീർണതയിലേക്ക് അധപ്പതനത്തിലേക്ക് പോകുന്നതും ഇസ്ലാം അനുവദിക്കുന്നില്ല. മൂല്യവത്തായ
ഒരു സഹിഷ്ണുതയും സഹവർത്തിത്വവും സമാധാനവും ഉള്ള ഒരു ജീവിതമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തിന് പഠിപ്പിക്കുന്നത്. അതിന് അല്ലാഹു ഒരു മോഡൽ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ലിതകൂനു ശുഹദാ അലന്നാസ്. എന്തിനാണ് നിങ്ങൾ അങ്ങനെ ആക്കിയത്? ഇസ്ലാം കൊണ്ട് എങ്ങനെയാണ് സമാധാനം ലഭിക്കുക, ഒരു നല്ല മനുഷ്യനായി നല്ല സമൂഹമായി എങ്ങനെയാണ് നിലകൊള്ളുക എന്നതിന് നിങ്ങൾ ലോകത്തിന് സമൂഹത്തിന് സാക്ഷിയാകാൻ വേണ്ടിയാണത്. ജനങ്ങൾക്ക് സാക്ഷിയാകാൻ. നിങ്ങളെ നോക്കിയാൽ വ്യക്തിതലത്തിലും കുടുംബതലത്തിലും സമൂഹത്തിലും മുസ്ലിമെ നോക്കിയാൽ അവർക്ക് ഇസ്ലാമിനെ മനസ്സിലാക്കാൻ, ഇസ്ലാമിന്റെ സമാധാനം മനസ്സിലാക്കാൻ കഴിയണം. അതിനെന്തുണ്ട് മാർഗം? വയകൂന റസൂൽ അലൈക്കും ഷഹീദ. അല്ലാഹുവിന്റെ റസൂൽ നിങ്ങൾക്ക് എങ്ങനെയാണോ സാക്ഷിയായത് അതേപോലെയാണ് നിങ്ങൾ സാക്ഷിയാവേണ്ടത് ജനങ്ങൾക്ക്. നിങ്ങളുടെ ബുദ്ധിക്കും ചിന്തയ്ക്കും അനുസരിച്ചു കൊണ്ടല്ല, മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾക്ക് വ്യക്തി കുടുംബ സമൂഹ തലങ്ങളിലെല്ലാം എങ്ങനെയാണോ സാക്ഷിയായത് അതുപോലെ അതിനെ കോപ്പി ചെയ്ത ഒരു ജീവിതമാണ് നിങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ ജീവിക്കേണ്ടത് എന്നാണ്. ആ ഒരു നിലപാടുകളാണ് നിങ്ങൾ എടുക്കേണ്ടത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നത്. കാരണം നാം നമുക്ക് വേണ്ടി ജനിച്ചവരല്ല, നാം സമൂഹത്തിന് വേണ്ടി ജനിച്ചവരാണ്. അല്ലാഹ് പറയുന്നു, കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്. നിങ്ങളെ നാം ഒരു ഉത്തമ സമൂഹമാക്കിയിരിക്കുന്നു. എന്തിനു വേണ്ടി? ജനങ്ങൾക്ക് വേണ്ടി. മനുഷ്യർക്ക് നിങ്ങളിൽ നിന്ന് ഉത്തമമായ മാതൃകകൾ കണ്ടെത്താൻ, ഉത്തമമായ മൂല്യങ്ങൾ, ക്വാളിറ്റീസുകൾ നിങ്ങൾക്ക് അല്ലാഹു നൽകിയിട്ടുണ്ട്. അത് പ്രകാരം നിങ്ങൾ നിലകൊള്ളണം, ജനങ്ങൾക്ക് നന്മയായി കൊണ്ട് നിലനിൽക്കണം എന്നാണ്. ഒരു മുസ്ലിം എന്നത് ഭൂമിയിലെ ഉപ്പ് പോലെ, വായു പോലെ, ജലം പോലെ എല്ലാവർക്കും അവകാശപ്പെട്ടവനാണ് മുസ്ലിം. എനിക്കും എന്റെ മാതാപിതാക്കൾക്കും എന്റെ ഭാര്യക്കും മക്കൾക്കും എന്നല്ല, ഞാൻ ഒരു മുസ്ലിമാണ് എന്ന് ഞാൻ സ്വയം അംഗീകരിച്ചാൽ അന്ന് മുതൽ, ആ നിമിഷം മുതൽ ഞാൻ സമൂഹത്തിന്റെ സ്വത്താണ്. എന്റെ ജീവിതത്തിൽ സമൂഹത്തിന് കടമകളും കടപ്പാടുകളുമുണ്ട്. അത് വിസ്മരിച്ചുകൊണ്ട് സ്വന്തത്തിലേക്ക് ഒതുങ്ങിക്കൂടുന്നവന് ഒരിക്കലും മുസ്ലിം ആകാൻ കഴിയില്ല. കാരണം അല്ലാഹു പറയുന്നത് ഉഖ്രിജത് ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങളെ നാം പുറപ്പെടുവിച്ചിട്ടുള്ളത് എന്നാണ് അല്ലാഹു തആല പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ നയങ്ങളിൽ, നിലപാടുകളിൽ, ജീവിതത്തിൽ ആളുകൾക്ക് മാതൃകയുണ്ടാവണം. ഒരിക്കലും ഇസ്ലാം തീവ്രതയെ അംഗീകരിക്കുന്നില്ല എന്ന് നമ്മൾ അടിവരയിട്ടുകൊണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. സമീപകാലത്ത് ധാരാളം തീവ്ര ഭീകര പ്രവർത്തനങ്ങളിലെല്ലാം മുസ്ലിം പേരുകളാണ് അല്ലെങ്കിൽ കേൾക്കുന്നത് അല്ലെങ്കിൽ കേൾപ്പിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ചിലതിലെല്ലാം നമുക്ക് കൈ കഴുകാൻ കഴിയില്ല. എന്നാൽ കൂടുതലും മുസ്ലിം സമൂഹത്തെ നശിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി പടക്കപ്പെട്ട ആരോപണങ്ങളുണ്ടെങ്കിലും ചിലതിലെല്ലാം മുസ്ലിം നാമധാരികൾ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് നിഷേധിക്കാൻ കഴിയുന്ന സംഗതിയല്ല. അതുകൊണ്ട് തന്നെ അതിന് ഒരിക്കലും ഇസ്ലാം മതത്തിനോ മുസ്ലിങ്ങൾക്കോ അംഗീകരിക്കാൻ കഴിയുന്നതല്ല അത് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. തീവ്രവാദ കൊണ്ട് സമൂഹത്തിനൊന്നും ലഭിക്കില്ല. തീവ്രവാദികൾ എന്താണ് ലോകത്ത് മനുഷ്യർക്ക് നൽകിയിട്ടുള്ളത്? അല്ലെങ്കിൽ ഇസ്ലാമിന്റെ പേരിൽ തീവ്രത നടത്തുന്ന ആളുകള് മുസ്ലിം സമൂഹത്തിന് എന്താണ് നേടിത്തന്നിട്ടുള്ളത്? മുസ്ലിങ്ങളെ ഇതുപോലെ അപമാനിച്ചവർ ആരുമില്ല. ഇസ്ലാമിന് പുറത്തുള്ള മറ്റു മതസ്ഥരല്ല, മറിച്ച് ഇസ്ലാമിനകത്ത് തീവ്രത കാണിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിനെ അപമാനിക്കുന്നതും മുസ്ലിങ്ങളെ അസ്ഥിരപ്പെടുത്തുന്നതും മുസ്ലിങ്ങളെ ഭയപ്പെടുത്തുന്നതും ഈ സമുദായത്തിനകത്ത് തീവ്രതയ്ക്ക് പിന്തുണയ്ക്കുന്ന അല്ലെങ്കിൽ തീവ്രത പ്രവർത്തനം ഏർപ്പെടുന്നവരാണ് ഈ മതത്തിനും സമൂഹത്തിനും ഏറെയും കൂടുതൽ അപമാനവും അപകടങ്ങളും ഉണ്ടാക്കിയിട്ടുള്ളത് എന്നാണ് നമ്മുടെ അനുഭവങ്ങൾ. കലാപങ്ങളും അക്രമങ്ങളും മുസ്ലിം സമുദായത്തെ എന്നും പ്രതിക്കൂട്ടിൽ നിർത്തിയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അത് തന്നെയാണ് ശത്രുക്കളുടെ ആവശ്യം. നാം പ്രതികളാവണം, നാം സമൂഹത്തിനും ഭയപ്പെടുന്ന ഒരു സമൂഹമായി മാറണം. ആ ശത്രുക്കളുടെ ഇഷ്ടത്തിനും ലക്ഷ്യത്തിനും കൂട്ടുനിൽക്കുന്നവരാണ് തീവ്രവാദ
പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നവരെന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് ആയുധം കൊടുക്കുന്നവരാണ് ഇവര്. ഇവർ ഇസ്ലാമിന്റെ രക്ഷകരല്ല, മറിച്ച് ശത്രുക്കളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ശാന്തമായി സമാധാനമായി ബഹുസ്തരമായി പോയി നമ്മുടെ രാജ്യത്ത് തീവ്രതയുടെ ചിന്തകൾ കൊണ്ടുവന്നവർ പണ്ഡിതന്മാരാണെങ്കിലും അവർ നേതാക്കന്മാരാണെങ്കിലും ഏത് തരത്തിലുള്ളവരാണെങ്കിലും അവർ ഈ സമുദായത്തിന്റെ ദ്രോഹികളാണ്. ഈ സമുദായത്തെ നശിപ്പിക്കാൻ വേണ്ടി നിന്നവരാണ്. അവരെ കൊണ്ട് ഈ സമുദായത്തിന് നേട്ടവും ഉണ്ടായിട്ടില്ല. അത് നമ്മളെ പറയാൻ, നമ്മുടെ യുവാക്കളെ അത് പഠിപ്പിക്കാൻ, നമ്മുടെ മക്കളെ അത് പറഞ്ഞ് മനസ്സിലാക്കാൻ നാം ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. നോക്കൂ, ഇസ്ലാം പറയുന്നത് ആരാധനാ കാര്യങ്ങളിൽ പോലും ഒരു തീവ്രത പാടില്ല എന്നാണ് പറയുന്നത്. ആരാധനയിൽ പോലും തീവ്രത പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹറമിൽ ഇങ്ങനെ നിൽക്കുന്ന റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ മദീനയിലിരിക്കുന്ന സന്ദർഭത്തിൽ രണ്ട് ആളുകളുടെ തോളിൽ തൂങ്ങിക്കൊണ്ട് ഒരു വയസ്സായ മനുഷ്യൻ ഇങ്ങനെ പോകുന്നു. അപ്പോൾ ചോദിച്ചു റസൂലുള്ളാ, എന്താണ് ആ മനുഷ്യനെ തോളിൽ തൂങ്ങി വലിച്ചു കൊണ്ടുപോകുന്നത്? അപ്പോൾ പറഞ്ഞു, അത് ഞങ്ങളുടെ വാപ്പയാണ്. അദ്ദേഹം നടന്ന് ഹജ്ജിന് പോകാമെന്ന് നേർച്ച ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങള് അദ്ദേഹത്തിന്റെ കാലുകളെ ഊന്നി ഇങ്ങനെ വലിച്ചു കൊണ്ടുപോവുകയാണ്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെ ഒരു ഹജ്ജില്ല, അങ്ങനെ ഒരു ആരാധനയില്ല. അദ്ദേഹത്തെ ഒട്ടകപ്പുറത്ത് കയറ്റി കൊണ്ടുപോകുമെന്ന് പറഞ്ഞ് കർക്കശമായി റസൂൽ സ്വല്ലല്ലാഹു വിലക്കുകയുണ്ടായി. മറ്റൊരിക്കൽ കാബയുടെ അടുത്ത് വെയിലത്ത് നിൽക്കുന്ന ഒരു മനുഷ്യനെ കണ്ടു. റസൂൽ ചോദിച്ചു, എന്താ ഇയാൾ വെയിലത്തേക്ക് തണലിലേക്ക് കയറി നിൽക്കാൻ പറയും? അപ്പോൾ ആ മനുഷ്യനെ പറഞ്ഞു, ഞാൻ വെയിലത്ത് നിൽക്കാണ് നിയ്യത്ത് ചെയ്തിട്ടുണ്ട്. റസൂൽ പറഞ്ഞു, അങ്ങനെ നിയ്യത്തില്ല, അങ്ങനെ ആരാധനല്ല, മര്യാദക്ക് തണൽ കയറി നിൽക്കുക എന്ന് പറഞ്ഞ് റസൂൽ അദ്ദേഹത്തെ വിലക്കുകയുണ്ടായി. ഇങ്ങനെ അതുപോലത്തെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എല്ലാ ദിവസവും നോമ്പെടുക്കണമെന്ന് പറഞ്ഞ് അനുവാദം സ്വഹാബിയോട് പറഞ്ഞു. അതിന് ഇസ്ലാമിൽ അനുവാദമില്ല. എല്ലാ ദിവസവും നോമ്പെടുക്കാൻ ഇസ്ലാമിൽ അനുവാദമില്ല. നിങ്ങളിൽ ഏറ്റവും ഭക്തൻ ഞാനാണ്. ഞാൻ ഒരു ദിവസം നോമ്പെടുത്താൽ മറ്റൊരു ദിവസം എനിക്ക് നോമ്പുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മുറിച്ചുകൊണ്ട് നോമ്പെടുക്കാൻ പാടുള്ളൂ. ജീവൻ അപായപ്പെടുത്തുന്ന രൂപത്തിൽ നോമ്പെടുക്കരുത് എന്ന് വിലക്കിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അപ്പോൾ ആരാധനാ കാര്യങ്ങളിൽ പോലും അമിതമായ ഒരു തീവ്രത ഉണ്ടാവാൻ പാടില്ല എന്നിരിക്കെ മറ്റ് സമൂഹങ്ങളുള്ള ആ സഹവർത്തിത്വത്തിൽ അവരുടെ മതങ്ങളോടും വിശ്വാസങ്ങളോടുമുള്ള സമീപനത്തിൽ അവർ നമ്മെ ഉപദ്രവിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ സമീപനത്തിൽ ഒരു സഹിഷ്ണുതയുടെ ക്ഷമയുടെ മാർഗമാണ് ഇസ്ലാം അവലംബിച്ചിട്ടുള്ളത്. മുസ്ലിം അല്ലാത്തവരെ എല്ലാവരും നശിപ്പിക്കുക എന്ന ചിന്ത ഇസ്ലാമിനില്ല. അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ഇസ്ലാമിക രാജ്യമായി ഭരിച്ചുകൊണ്ടിരിക്കുമ്പോ അവിടെ യഹൂദരുണ്ടായിരുന്നു, നസാറാക്കളുണ്ടായിരുന്നു, മുശ്രിക്കുകളുണ്ടായിരുന്നു. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ 1.4 ലക്ഷം മാത്രമേ മുസ്ലിങ്ങളുള്ളൂ, അല്ലെങ്കിൽ 1.5 ലക്ഷത്തിന്റെ അടുത്തേ മുസ്ലിങ്ങളുള്ളൂ. ബാക്കി ഉണ്ടായിരുന്ന മനുഷ്യരെല്ലാം മറ്റ് മതസ്ഥരാണ്, മറ്റ് വിശ്വാസികളാണ്. അവരെല്ലാം പോയി ആക്രമിച്ച് വാളോന്നിട്ട് മുസ്ലിമാക്കുന്ന രീതി ഇസ്ലാമിനില്ല. അവരെ നശിപ്പിക്കാൻ സ്വന്തം പ്രാർത്ഥിച്ചിട്ടില്ല. അവർക്കെതിരെ ഇസ്ലാമിന്റെ യുദ്ധം നയിച്ചിട്ടില്ല. അതാണ് ഇസ്ലാമിന്റെ മാർഗം എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഒരു രീതി അല്ലാഹു നമ്മളെ പഠിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അക്രമം പ്രവർത്തിക്കാൻ പാടില്ല. ഒരു മുസ്ലിം മതത്തിന്റെ പേരിൽ അല്ലെങ്കിൽ തന്നെയും വ്യക്തിപരമായ വിഷയത്തിലാണെങ്കിൽ പോലും അക്രമം പ്രവർത്തിക്കാൻ പാടില്ല എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഹലക്കൽ മുതറത്തിഊന, ഹലക്കൽ മുതറത്തിഊന, അക്രമികൾ നശിച്ചു, അക്രമം ചെയ്യുന്ന ആളുകൾ നശിച്ചു എന്ന് അല്ലാഹു റസൂലുള്ളാഹി പറഞ്ഞതായി അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു പറയുന്ന ഹദീസ് നമുക്ക് കാണാൻ കഴിയും. മാത്രമല്ല റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഥാർത്ഥ മതവിശ്വാസികളല്ലാത്ത ആളുകളെ കുറിച്ച് അവസാന കാലഘട്ടത്തിൽ മതത്തിന്റെ പേരിൽ മതത്തിനും മതവിശ്വാസികൾക്കും ദ്രോഹം ചെയ്യുന്ന, അവരെ അപകടത്തിലാക്കുന്ന ആളുകളെ കുറിച്ച് നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അവിടെ നിന്ന് പറയുകയുണ്ടായി, എന്റെ ഈ അവസാന കാലഘട്ടത്തിൽ ചില സമൂഹങ്ങൾ കടന്നു വരും. ഇസ്ലാമിന്റെ പേരിൽ മതത്തിന്റെ പേരിൽ അവർ ചെറുപ്പക്കാരായിരിക്കും, അവർ നല്ല ആഹാര സൗഷ്ഠവുള്ളവരായിരിക്കും.
എന്നാൽ തീരെ ബുദ്ധിയില്ലാത്ത മണ്ടന്മാരായിരിക്കും, വിഡ്ഢികളായിരിക്കും അവർ ബുദ്ധിശൂന്യരായിരിക്കും. ജനങ്ങളെ ആകർഷിക്കുന്ന നല്ല നല്ല വാക്കുകൾ പ്രസംഗിക്കും, ആളുകൾ നല്ല നല്ല ആശയങ്ങൾ പറഞ്ഞുകൊണ്ട് ആളുകളെ അവരെ വിളിക്കും. എന്നാൽ ഖുർആൻ, അവർ ധാരാളമായി ഖുർആൻ പഠിക്കുന്നവരാണ്, ഓതുന്നവരാണ്. അവർ ഓതുന്ന ഖുർആൻ ആ തൊണ്ടക്കുഴിയിൽ നിന്ന് ഹൃദയത്തിലേക്ക് ഇറങ്ങാത്തവരാണ് അവർ. ആ ഖുർആന്റെ മൂല്യങ്ങളോ ക്വാളിറ്റീസോ അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല. അവർ ദീനിൽ നിന്ന് പുറത്തു പോകും, തെറിച്ചു പോകും. അവര് വില്ലിൽ നിന്ന് അമ്പ് തെറിച്ചു പോകുന്നത് പോലെ വളരെ വേഗതയിൽ എന്തെങ്കിലും പരീക്ഷണങ്ങളോ പ്രയാസങ്ങളോ പ്രതിസന്ധികളോ വരുമ്പോൾ ദീനിൽ നിന്ന് അവർ പുറത്തേക്ക് പോകുന്ന ആളുകളാണ്, അത് ഉപേക്ഷിച്ചു പോകുന്ന ആളുകളാണ്. ദീനിന്റെ അതിർവരമ്പിൽ നിൽക്കാതെ ജാഹിലിയത്തിലേക്ക് മാറിപ്പോകുന്ന ആളുകളാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ കുറിച്ച് നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ദീനിൽ നിന്ന് പുറത്തു പോവുക എന്ന് പറഞ്ഞാൽ മുസ്ലിം അല്ലാതാവുക എന്നത് മാത്രമല്ല, മുസ്ലിം എന്ന നാമത്തിൽ ഇസ്ലാമിന്റെ വിലക്കുകൾക്ക് എതിരെ പ്രവർത്തിക്കുക അഥവാ തീവ്രവാദത്തിനും ഭീകരവാദത്തിനും ഒക്കെ ചെന്ന് ചാടുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതും അതിന്റെ പരിധിയിൽ വരുന്നതാണ്. അപ്പോൾ അത്തരം ആളുകളെ കുറിച്ച് അല്ലാഹു റസൂൽ നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മാത്രമല്ല അല്ലാഹുവിന്റെ ഖുർആനും ഹദീസും സ്വന്തം ബുദ്ധിക്കനുസരിച്ചുകൊണ്ട് വ്യാഖ്യാനിക്കാനും ഇവർ പഠിക്കുന്നില്ല. അവർ പറയുന്നു, ബദറിനെ കുറിച്ച് പറയുന്നു, ഉഹദിനെ കുറിച്ച് പറയുന്നു. അതുകൊണ്ട് യുവാക്കളെ, നിങ്ങളൊരു നമ്മ സമുദായത്തെ രക്ഷിക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിൽ നടന്ന ജിഹാദുകളെ കുറിച്ച് പറഞ്ഞുകൊണ്ട് യുവാക്കളെ ഹരം വിളിച്ചുകൊണ്ട് തീവ്രവാദത്തെ കൊണ്ടുപോകുന്നു. നമ്മൾ മനസ്സിലാക്കണം, ബദർ ഒരു തീവ്രവാദ പ്രവർത്തനമല്ല, ഒരു ഭീകരവാദ പ്രവർത്തനമല്ല. ഇസ്ലാമിൽ നടന്ന എല്ലാ യുദ്ധങ്ങളും ഡിഫൻസ് മാത്രമാണ്, പ്രതിരോധം മാത്രമാണ്. തന്റെ മതമനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ അനുവദിക്കാത്ത ഇടത്ത് അതിനെ പ്രതിരോധിക്കാൻ ഏതൊരു മനുഷ്യനും അവകാശമുണ്ട് എന്നത് പോലെ മാത്രമല്ല. ഒരു കാര്യം മനസ്സിലാക്കണം, മുസ്ലിങ്ങൾ മക്കയിൽ നിന്ന് പോകുന്നത് വരെ ഒരുപാട് പീഡനങ്ങളെ കിട്ടും, ഒരുപാട് കൺമുമ്പിൽ വെച്ച് സ്വന്തം മാതാപിതാക്കളെ കൊന്നിട്ടും അവർ പ്രതികരിച്ചിട്ടില്ല, അവർക്കതിന് അവകാശം ഉണ്ടായിരുന്നില്ല. മദീനയിൽ പോയി പ്രവാചകന്റെ നേതൃത്വത്തിൽ ഒരു രാജ്യമായി ഒരു ഭരണകൂടമായതിനു ശേഷം ആ ഭരണകൂടത്തിന്റെ കീഴിലുള്ള പട്ടാളമാണ് ആ രാജ്യത്തെയും ജനങ്ങളെയും സംരക്ഷിക്കാൻ വേണ്ടി യുദ്ധം ചെയ്യുന്നത്. അതെന്താണ്? ഗ്രൂപ്പ് തിരിഞ്ഞുകൊണ്ടോ ഒറ്റ തിരിഞ്ഞുകൊണ്ടോ ഏകദിനത്തിൽ ആക്രമിക്കുന്ന രീതി ഇസ്ലാമിലില്ല. 13 കൊല്ലം മക്കയിൽ കിടന്ന് അടിയും തല്ലും അതുപോലെ ചവിട്ടും വെട്ടും കുത്തുവേറ്റ് ഒരുപാട് സഹാബികൾ മരണപ്പെട്ടു പോയി, ഒരുപാട് പ്രയാസങ്ങൾ സഹിക്കേണ്ടി വന്നു. അപ്പോഴൊന്നും അവർക്ക് പ്രതികരിക്കാൻ ഇസ്ലാം അനുവാദം നൽകിയിട്ടില്ല. കാരണം അതൊരു രാജ്യമല്ല, ഒരു ഭരണകൂടമല്ല. അതുകൊണ്ട് തന്നെ അവിടെ ഒന്നിച്ച് ജീവിക്കുന്ന സമുദായത്തിൽ അങ്ങനെ ഒരു പ്രവർത്തനം അനുവദനീയമല്ല. അതുകൊണ്ട് ഇത്തരം ആളുകളെ, യുവാക്കളെ നിങ്ങളെ വിളിക്കുമ്പോ നമുക്കൊരു സമൂഹമുണ്ട്, ഒരു മഹലുണ്ട്, സംഘടനയുണ്ട്, പണ്ഡിത സഭകളുണ്ട്, നമുക്കൊരു നേതൃത്വമുണ്ട്. ആ നേതൃത്വത്തിന്റെ കീഴിലാണ് നാം നേതൃത്വം തീരുമാനമെടുക്കേണ്ടത്. അതാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞത്. ഏതൊരു വിഷയം വരുമ്പോഴും സമുദായ നേതൃത്വവും ഉലമാകളും ചേർന്ന് ഒരു ചർച്ചയിലൂടെ, ഒരു ഷൂറയിലൂടെ മാത്രമേ കാര്യങ്ങൾ തീരുമാനിക്കാൻ പാടുള്ളൂ. ഏതെങ്കിലും ചില വ്യക്തികൾ തിരിഞ്ഞുകൊണ്ട് ചെയ്യുന്ന പ്രവർത്തനമല്ല സമുദായ രക്ഷ എന്ന് പറയുന്നത്. അതാണ് തീവ്രവാദമായി മാറുക. അതിന് കൊലപാതകം എന്നാണ് പറയുന്നത്. തീവ്രവാദികൾ ചെയ്യുന്ന ട്രെയിനിൽ ബോംബ് വെക്കുക, ബസ്സിൽ ബോംബ് വെക്കുക, ട്രാഫിക് സ്ഥലത്ത് ബോംബ് പൊട്ടി ആളുകളെ കൊല്ലുക, ഇത്തരം പ്രവർത്തനങ്ങള് മുസ്ലിങ്ങൾ ഒരിക്കലും നടത്തിയിട്ടില്ല. പിന്നിൽ നിന്ന് വെട്ടാൻ പാടില്ല എന്ന് പോലും ശക്തമായ താക്കീത് നൽകുന്ന മതമാണ് ഇസ്ലാം. നേർക്കുനേരം ചെയ്യണമെന്നാണ് ഇസ്ലാമിന്റെ നയം. ഉറങ്ങിക്കിടക്കുന്നവരെ വധിക്കാൻ പാടില്ല എന്നാണ് ഇസ്ലാമിന്റെ നയം. ഒരാളെ ജീവൻ കൊണ്ട് ഓടിയാൽ പിന്തുടർന്ന് വധിക്കാൻ പാടില്ല എന്നുള്ള ഇസ്ലാമിന്റെ നയം. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഈ തീവ്രവാദ പ്രവർത്തനം അംഗീകരിക്കാൻ കഴിയുക? അല്ലാഹു പറയുന്നു, ഒരാളെ കൊന്നതിന് പകരമായി കൊണ്ടോ അല്ലെങ്കിൽ സമുദായത്തെ നശിപ്പിക്കുന്ന ഏതെങ്കിലും തിന്മകൾക്കെതിരായി കൊണ്ടോ അല്ലാതെ മറ്റൊരാളെ കൊല്ലാൻ പാടില്ല. അങ്ങനെ കൊല്ലേണ്ടതും വ്യക്തിയല്ല, ഭരണകൂടമാണ്.
അങ്ങനെ കൊന്നാൽ ഒരു വ്യക്തിയെ നിരപരാധിയെ കൊന്നാൽ ഒരു സമൂഹത്തെ മുഴുവൻ കൊല്ലുന്ന ശിക്ഷയാണ് അവനുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു പഠിപ്പിക്കുക. ഒരാൾക്ക് ജീവിക്കാനുള്ള അവസരം കൊടുത്താൽ ഒരു സമൂഹത്തിന് ജീവിക്കാൻ അവസരം കൊടുത്തതുപോലെയാണ് എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുക. ഈ ഖുർആനിന്റെ ആളുകൾക്ക് എങ്ങനെയാണ് നിരപരാധികളായ സ്ത്രീകളെയും കുട്ടികളെയും വിരാരങ്ങളെയും വെച്ചുകൊണ്ട് കൊല്ലാൻ കഴിയില്ല? ഒരിക്കലും സാധ്യമല്ല. അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇസ്ലാമുമായി യാതൊരു ബന്ധവുമില്ല എന്ന് പറയാൻ നമ്മൾ ആർജവം കാണിക്കണം. അതിലൊരു അഭിമാനത്തിനും ഒരു അന്തസ്സിനും നമുക്ക് വകയില്ല. അത് അടപ്പതരമാണ്. അതുകൊണ്ട് രക്ഷയുമില്ല. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, മതത്തിൽ യാതൊരു നിർബന്ധവുമില്ല. ലാ ഇക്റാഹ ഫിദ്ദീൻ ഖദ് തബയ്യന റുശ്ദു മിനൽ ഗയ്യ. ഇദാ നേർമാർഗം അന്ധകാരത്തിന്റെ വ്യക്തമായിക്കൊണ്ട് അല്ലാഹുവിന്റെ വ്യക്തമായിരിക്കുന്നു. അതുകൊണ്ട് ഇനി മതത്തിൽ ആരും നിർബന്ധിക്കേണ്ട ആവശ്യമില്ല. എന്താണ് സത്യമെന്ന് ആളുകൾക്ക് ബോധ്യമാകുന്ന രൂപത്തിൽ അല്ലാഹുവിന്റെ മതം ആളുകൾക്ക് മുന്നിലുണ്ട്. അതുകൊണ്ട് ആരെയും നിർബന്ധിക്കേണ്ട. സ്വന്തം മക്കളാണെങ്കിൽ പോലും പ്രായപൂർത്തിയാകുന്നവരെ അവരെ നല്ല രൂപത്തിൽ സ്നേഹത്തോടുകൂടി താക്കീതോടുകൂടി പറഞ്ഞ് മനസ്സാക്കിയിട്ട് ആരാധനാ കർമ്മങ്ങൾ പഠിപ്പിക്കുക. പ്രായപൂർത്തിയായാൽ സ്നേഹത്തോടെ ഉപദേശിക്കുകയല്ലാതെ അവരെ മതത്തിന്റെ കാര്യങ്ങൾക്ക് പോലും നിർബന്ധിക്കാനോ ഭീഷണിപ്പെടുത്താനോ പാടില്ല എന്നാണ് ഇസ്ലാമിന്റെ നിലപാട്. അല്ലെ, ചില ആളുകളൊക്കെ പറയുന്നത് എന്റെ വാപ്പ എന്നെ വല്ലാതെ അടിച്ചത് കൊണ്ടാണ് ഞാൻ നിരീശ്വരവാദിയായത് എന്ന് കേരളത്തിലെ ഒരു പ്രമുഖ എഴുത്തുകാരൻ ഈ അടുത്തിടെ ചാനലിൽ നിന്ന് പറയുണ്ടായി. അത് ഒന്നുകിൽ അയാളുടെ വാപ്പക്ക് ആ ദീന്റെ സമീപനം അറിയാത്തതുകൊണ്ട് ഇനി അയാളെ ബുദ്ധിവെച്ചതിന് ശേഷം അയാൾക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അതല്ല, അല്ലാഹു ഹിദായത്ത് കൊടുത്തില്ല. അയാൾ ഹിദായത്ത് സ്വീകരിക്കാൻ ദീനെ മനസ്സിലാക്കാൻ തയ്യാറായില്ല. വാപ്പയോടുള്ള വൈരാഗ്യം കൊണ്ട് അല്ലാഹുവില്ല എന്ന് പറയുന്ന വിഡ്ഢിത്തരത്തിലേക്ക് അദ്ദേഹം എത്തിയെന്നല്ലാതെ നമുക്കതിനെ കുറിച്ചൊന്നും പറയാനില്ല. അപ്പോൾ പറഞ്ഞു എന്ന് പ്രിയമുള്ളവരെ, മതകാര്യങ്ങൾ പോലും നിർബന്ധമില്ല. ഒരാൾക്കും മതത്തിൽ യാതൊരു നിർബന്ധമില്ല. കാരണം ധാരാളം ആളുകള് സന്മാർഗം പ്രാപിക്കുന്നു. വിശുദ്ധ ഖുർആൻ ദീനിൽ ധാരാളം ആളുകൾ വഴിവെച്ചു പോവുകയും ചെയ്യുന്നു. എന്നാൽ അധർമ്മകാരികൾ, നന്മയില്ലാത്ത മനുഷ്യരല്ലാതെ കൊണ്ട് ഇതിൽ നിന്ന് വഴിവെച്ചു പോവുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആ ഒരു സമീപനം, ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ ഉണ്ടാവേണ്ടതുണ്ട്. യുദ്ധക്കളത്തിൽ വെച്ചുപോലും അക്രമം ചെയ്യാൻ പാടില്ല എന്ന് പഠിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം. അല്ലാഹു റസൂൽ പറയുകയുണ്ടായി, നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുമ്പോൾ ലാ തഖുല്ലു, നിങ്ങൾ ആളുകളെ അന്യായമായി ദ്രോഹിക്കാൻ പാടില്ല. അതുപോലെ വലാ തഖുല്ലു, നിങ്ങൾ വഞ്ചന കാണിക്കാൻ പാടില്ല. യുദ്ധത്തിൽ വഞ്ചിക്കാൻ പാടില്ല. വലാ തുമസ്സിലു, നിങ്ങൾ മരണപ്പെട്ട ആ മൃതദേഹങ്ങളോട് അനാദരവ് കാണിക്കരുത്. ആ മൃതദേഹങ്ങളെ നിങ്ങൾ വികൃതമാക്കാൻ പാടില്ല. യുദ്ധത്തിൽ നമ്മുടെ ശത്രുക്കൾ നമ്മുടെ കയ്യാൽ മരണപ്പെട്ടാൽ, ആ മരണപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അതൊരു മനുഷ്യ ശരീരമാണ്. അതിന് വേണ്ട ആദരവ് കൊടുക്കണം. അതിന് വികൃതമാക്കാൻ പാടില്ല എന്ന് അല്ലാഹു റസൂൽ പഠിപ്പിക്കുക. കുട്ടികളെ നിങ്ങൾ കൊല്ലാൻ പാടില്ല. സ്ത്രീകളെ നിങ്ങൾ കൊല്ലാൻ പാടില്ല. വൃദ്ധന്മാരായ ആളുകളെയും നിങ്ങൾ കൊല്ലാൻ പാടില്ല. ഇത്രമാത്രം യുദ്ധത്തിന് പോകുമ്പോൾ കുട്ടികളെയും സ്ത്രീകളെയും വൃദ്ധന്മാരെയും ആക്രമിക്കരുത് എന്നും, നിങ്ങൾ പകരത്തിന് പകരമല്ലാതെ അപ്പുറത്ത് നിങ്ങൾ പ്രവർത്തിക്കാൻ പാടില്ല എന്നും, വഞ്ചന കാണിക്കാൻ പാടില്ല എന്നൊക്കെ പഠിപ്പിക്കുന്ന, യുദ്ധത്തിൽ പോലും മര്യാദയും മാന്യതയും കാണിക്കണമെന്ന് പഠിപ്പിക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾക്ക് എങ്ങനെയാണ് ഇങ്ങനെയുള്ള തീവ്ര പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ കഴിയുക എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നോക്കൂ, ശത്രുക്കൾക്ക് വഴി കൊടുക്കുന്നവരാണ്. അതെ, അടുത്ത കാലത്തായിക്കൊണ്ട്
എന്തുമാർക്കും ചെയ്യാനെന്ന ചിന്തയിലേക്ക് എത്തിയിരിക്കുക. മുമ്പുള്ള മുസ്ലിം സമൂഹത്തിലെ യുവാക്കൾക്ക്, മുസ്ലിങ്ങൾക്ക് ഒരു മഹല്ലിനെയും മഹല്ല് കാരണവന്മാരെയും പണ്ഡിതന്മാരെയും നേതാക്കന്മാരെയും ഒക്കെ ഒരു അനുസരണവും ഭയവും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ സ്വാതന്ത്ര്യത്തിന് ശേഷം മുസ്ലിങ്ങൾ ഒറ്റക്കെട്ടായി എന്നതിന്റെ പകരമായി കൊണ്ട് ഇന്ന് നമുക്ക് നിഷേധിക്കാൻ കഴിയാത്ത ഒരു ശക്തിയായി വളരാൻ കഴിയുന്നത് ആ ഒരു അനുസരണത്തിന്റെ ഭാഗമായിട്ടാണ്. ആ അനുസരണത്തിന്റെ ഏറ്റവും വലിയ തെളിവാണ് കേരളം എന്ന് പറയുന്നത്. അവിടെ ഈ ഒരു അനുസരണവും ഒരുമയും ഉണ്ടായതുകൊണ്ട് വിദ്യാഭ്യാസ, സാമൂഹിക, സാമ്പത്തിക, സാംസ്കാരിക രംഗങ്ങളിൽ ലോകത്തിന് തന്നെ മാതൃകയാവുന്ന ഒരു സ്ഥലമായിട്ട് നമ്മുടെ കേരളം മാറാൻ കഴിയുന്നത് ആ ഒരു അനുസരണത്തിന്റെ ഭാഗമായിട്ടാണ്. എന്നാൽ ഇന്ന് അത് കൈമോശം വന്നുകൊണ്ടിരിക്കുകയാണ്. നോക്കൂ, ഇസ്ലാമിൽ മുസ്ലിങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കർമ്മങ്ങളാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റുള്ളവർക്ക് വടികെടുക്കുകയാണ്. അന്യമതത്തിലെ പെൺകുട്ടികളെ പ്രേമിച്ചുകൊണ്ട് ചാടിച്ചുകൊണ്ട് വരുന്ന രീതി അതൊരിക്കലും ഇസ്ലാമല്ല. ഇസ്ലാമിന് ആളെ കൂട്ടാൻ വേണ്ടിയിട്ട് ആരും പ്രേമിക്കേണ്ട, അങ്ങനെ മതം ഇസ്ലാമിലില്ല. ഇസ്ലാമിനെ പ്രേമിച്ച ആളെ കൂട്ടേണ്ട ആവശ്യമില്ല. ലവ് ജിഹാദ് എന്ന് പറയുന്ന രീതി ഇസ്ലാമിലില്ല. ഹിജറ പോകുന്ന ആളുകളോട് തന്നെ ഒരാളങ്ങനെ ചെയ്തപ്പോൾ ഒരാളെ മുസ്ലിം സ്ത്രീയെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് മതം മാറിയിട്ട് ഇസ്ലാം സ്വീകരിച്ചുകൊണ്ട് മദീനയിലേക്ക് വന്നു. റസൂൽ അറിഞ്ഞപ്പോൾ ഏതൊരാള് ഏതൊരാൾ ഒരു പെണ്ണിനെ കല്യാണം കഴിക്കാൻ വേണ്ടി ഹിജറ വന്നതോ അവന് ആ കല്യാണം മാത്രമേ കിട്ടൂ, അള്ളാഹുവിന്റെ പുണ്യം കിട്ടുകയില്ല എന്ന്. എന്നാൽ അള്ളാഹുവിന്റെ റസൂലിന് വേണ്ടിയിട്ട് ആരാണോ ഹിജറ വന്നത് അവർക്ക് മാത്രമേ ആ ഹിജറ കിട്ടുകയുള്ളൂ എന്ന് ഒന്നാമത്തെ ഹദീസ്. എല്ലാ ഹദീസിന്റെ കിതാബിലും ഒന്നാമത്തെ ഹദീസാണത്. എന്ത്? പെണ്ണ് കെട്ടാൻ വേണ്ടി മുസ്ലിം ആകരുത്, പ്രേമിക്കാൻ വേണ്ടി മുസ്ലിം ആകരുത്. അങ്ങനെ പഠിപ്പിക്കുന്ന മതത്തിലുള്ള ആളുകൾക്ക് എങ്ങനെയാണ് മറ്റു മതത്തിലെ പെൺകുട്ടികളെ ലവ് ജിഹാദിന് വേണ്ടി വിവാഹം കഴിക്കാൻ രീതി ഇസ്ലാമിലില്ല. അങ്ങനെ ചിന്തയിലെല്ലാം മുസ്ലിം യുവാക്കൾ ചെയ്യുന്നത് അവരുടെ ചെറുപ്പത്തിന്റെ അറിവില്ലായ്മയും പക്വതയില്ലായ്മയുമാണ് അവർ ചെയ്യുന്നതല്ലാതെ മതപരമായ യാതൊരു രീതിയും അതിലില്ല. അത് ശത്രുക്കൾ പറഞ്ഞു കളിക്കില്ല. എന്നാലും ഒരു കാര്യം മനസ്സിലാക്കണം, വിവാഹത്തിന് മുമ്പുള്ള പ്രേമം അത് ഹറാമാണ്, വ്യഭിചാരമാണെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അത് വ്യഭിചാരമാണ്, അത് ഇസ്ലാം അംഗീകരിക്കുന്നില്ല. വിവാഹത്തിന് ശേഷമുള്ളതാണ്. അതുപോലെ തന്നെ മാതാപിതാക്കളുടെ സമ്മതമില്ലാതെ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ പാടില്ല എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. നമ്മുടെ മക്കളെ മറ്റൊരുത്തൻ ചാദിച്ചു കൊണ്ടുപോയാൽ നമുക്ക് വ്യക്തിപരമായ, കുടുംബപരമായ, സാമൂഹികമായ എത്ര വേദനയും അപമാനം ഉണ്ടാകുമോ അതുപോലെ തന്നെയാണ് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ നാം തയ്യാറാകണം. അങ്ങനെ രീതി മുസ്ലിം വിവാഹം ഉണ്ടാകാൻ പാടില്ല. അത് ജാഹിലിയത്താണ്. അത് തള്ളിക്കളയാൻ സമുദായം തയ്യാറാകേണ്ടതുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, രണ്ടാമതായി നോക്കൂ, ലഹരി കച്ചവടത്തിൽ മുസ്ലിം യുവാക്കൾ ധാരാളമായി പെട്ടിരിക്കുകയാണ്. ലഹരി കച്ചവടത്തിൽ, അതേപോലെ ചാവേറുകൾ സംഘങ്ങളിൽ പോയി പൈസയ്ക്കും ജീവനും വേണ്ടി ചാവേറുകളായി പൊട്ടിത്തെറിക്കുന്ന അവസ്ഥ, അതുപോലെ സ്വർണ്ണക്കണക്കും സാമ്പത്തിക കുറ്റങ്ങളും മുസ്ലിം യുവാക്കൾ പെട്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ വിവാഹ ആവാസങ്ങൾ കൊണ്ട് സമുദായത്തിന് അപമാനിച്ചു കൊണ്ടിരിക്കുകയാണ്. അല്ലെ, പണ്ഡിതന്മാർക്ക്, നേതാക്കന്മാർക്ക് മറ്റു മതങ്ങളുടെയും സമുദായത്തിന്റെയും രാഷ്ട്രീയത്തിന് മുമ്പിൽ തല ഉയർത്തി നിൽക്കാൻ കഴിയാത്ത, മറുപടി പറയാൻ കഴിയാത്ത രൂപത്തിലേക്ക് ഇസ്ലാമിക സമൂഹത്തിലെ നേതാക്കന്മാരെയും പണ്ഡിതന്മാരെയും അപമാനിക്കുന്ന രീതികളാണ് ഇന്ന് മുസ്ലിം സമുദായത്തിൽ ചെറുപ്പക്കാരെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റൊരാളുടെ വർത്താനം പറയാൻ കഴിയാത്ത, തലപൊന്തിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് നമ്മുടെ നേതാക്കന്മാരെ, നമ്മുടെ പണ്ഡിതന്മാരെ അപമാനിക്കുന്ന പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നു. അതുകൊണ്ട് തന്നെ മഹല്ലുകള്, ഇസ്ലാമിക സംഘടനകള് ഇതിന് തീരുമാനത്തിലെത്തേണ്ടതുണ്ട്. അത്തരം ആളുകൾ മുസ്ലിം സമുദായത്തിൽ വേണ്ട. മുസ്ലിം കൂട്ടായ്മയിൽ ആവശ്യമില്ല, മഹല്ലുകളിൽ ആവശ്യമില്ല. അവരുടെ വിവാഹം നടത്തി തീർക്കരുത്, അവരെ മുസ്ലിംസുമായി ബന്ധമുണ്ടാകരുത്. അത്തരം തീരുമാനത്തിലേക്ക് മഹല്ലുകൾ എത്തേണ്ടെന്ന സമയം അതിക്രമിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തീവ്രമായ പ്രവർത്തനങ്ങൾക്കോ ഇസ്ലാമുമായി യാതൊരു ബന്ധവുമില്ല എന്നുള്ളത് മനസ്സിലാക്കണം. അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം,
അള്ളാഹുവിന്റെ ദീനാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അത് അല്ലാഹു സുബ്ഹാനഹു പൂർത്തീകരിച്ചിരിക്കുന്നു. അതിന്റെ യശസ്സിനെ അള്ളാഹു വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഇസ്ലാമിന്റെ ശത്രുക്കള് സ്വന്തം വായ കൊണ്ട് അവർ ദീനിനെ ഊതിക്കെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ അള്ളാഹു ആ ദീനിനെ പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. നിഷേധികൾക്ക് എത്ര വെറുപ്പാണെങ്കിലും ശരി, അത് അള്ളാഹു ചെയ്യും. അതിന് നമ്മൾ ചെയ്യേണ്ടത് മുസ്ലിമായി ജീവിക്കുക, ഇസ്ലാമിന്റെ പ്രബോധനം നിർവഹിക്കുക എന്നതാണ്. ഇസ്ലാമിനെ വളർത്താൻ, ഇസ്ലാമിനെ നിലനിർത്താൻ ആയുധമെടുക്കാൻ നമുക്ക് അനുവാദമില്ല, അതിന്റെ ആവശ്യമില്ല. അള്ളാഹു പൂർത്തീകരിക്കും. അതുകൊണ്ട് അത്തരം ചിന്തകളിലേക്ക് പോകരുത്. അത്തരം കാര്യങ്ങളെ ഒറ്റപ്പെടുത്തുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മുടെ മക്കൾ അത് പറഞ്ഞ് മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിന്റെ യഥാർത്ഥ സമാധാനത്തിന്റെ പാഠാളങ്ങളും നമുക്ക് നമ്മുടെ മക്കൾക്കും സമൂഹത്തിനും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇന്നൽ ഹംദലില്ലാഹ് كثيرا طيبا مباركا فيه يحب ربنا ويرضى وصلى الله وسلم على محمد وآله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സത്യവിശ്വാസികളെ വിശ്വാസികൾ യഥാർത്ഥ മുത്തഖികളായി ജീവിക്കുകയും പരിപൂർണ്ണ മുസ്ലിമായിക്കൊണ്ട് മാത്രം ഈ ലോകത്തിൽ നിന്ന് വിടകൊള്ളുകയും ചെയ്യണമേ എന്ന് സ്വന്തത്തോടുന്നതുപോലെ വീണ്ടും വസീയത്ത് ചെയ്യുന്നു. അള്ളാഹു നമ്മെ തുണയ്ക്കുമാറാകട്ടെ. നമ്മൾ ചർച്ച ചെയ്ത് വന്നത് വർത്തമാന കാലഘട്ടത്തിൽ മുസ്ലിം സമൂഹത്തെ പ്രതികൂട്ടി നിർത്തുന്ന ഒരുപാട് ആരോപണങ്ങളും സംഭവങ്ങളുമാണ് നമുക്ക് കാണുന്നത്. ഇതിനൊന്നും ഇസ്ലാമുമായിട്ട് യാതൊരു ബന്ധമില്ല. അതെല്ലാം ചില ആളുകൾ തന്റെ വൈകാരികമായ അവരുടെ ഭൗതികമായ ചില താല്പര്യങ്ങൾക്കും ചിന്തകൾക്കും വേണ്ടി ചെയ്യുന്നു എന്നല്ലാതെ ഇസ്ലാം ഉണ്ടായ കാലം മുതൽ ഇന്ന് വരെ അതിന്റെ തത്വങ്ങൾക്കോ അതിൽ ജീവിക്കുന്ന യഥാർത്ഥ മുസ്ലിങ്ങൾക്കോ അതുമായി യാതൊരു ബന്ധവുമില്ല. മനസ്സിലാക്കണം. അത് നമ്മുടെ സമൂഹത്തിന് പ്രബോധനം ചെയ്യുന്ന നമ്മുടെ ബാധ്യതയാണ്. അടുത്ത കാലത്തുണ്ടായ ബോംബ് സ്ഫോടനം കാര്യങ്ങളൊക്കെ അതിപ്പോഴും തീരുമാനമായിട്ടില്ല. അത് മുസ്ലിമിന്റെ തലയിൽ എങ്ങനെയെങ്കിലും വെച്ചു കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പല പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അതിന്റെ ഒരു ഭാഗമാകാം അള്ളാഹു വരും. അത് അന്വേഷിക്കട്ടെ, കണ്ടെത്തട്ടെ. അതിൽ പങ്കെടുത്തവർ, ആ ആളുകൾ മരിക്കാൻ കാരണമായവർ ഏത് മതത്തിലും വർഗത്തിലും പെട്ടവരാണെങ്കിലും അവരെ കണ്ടെത്താനും ശിക്ഷിക്കാനും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. മുസ്ലിം സമൂഹത്തെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി നടത്തുന്ന എല്ലാ തന്ത്രങ്ങളെയും അള്ളാഹു പരാജയപ്പെടുത്തുമാറാകട്ടെ. പ്രിയമുള്ളവരെ, കേരള ജംഇയ്യത്തുൽ ഉലമ, ഞാൻ പറഞ്ഞു, കേരളത്തിന്റെ ഐക്യവും വളർച്ചയും സമാധാനവും അതിൽ നിർണായക പങ്ക് വഹിച്ച ഒരു സംഘടനയാണ് കേരള ജംഇയ്യത്തുൽ ഉലമ. തുർക്കിയിൽ ഉണ്ടായിരുന്ന ഇസ്ലാമിക ഖിലാഫത്ത് ബ്രിട്ടീഷുകാർ തകർത്തപ്പോൾ, ലോകത്തെ മുസ്ലിങ്ങൾക്ക് നേതൃത്വമില്ലാത്ത അവസ്ഥയുണ്ടായപ്പോൾ കേരളത്തിൽ മുസ്ലിം സമൂഹത്തിന്റെ ഒരു നേതൃത്വവും അവർക്ക് ദീനിയായ ഒരു ഗൈഡൻസ് നൽകാൻ വേണ്ടി എല്ലാ മനുഷ്യരും കൂടി ഉണ്ടാക്കിയ ഐക്യസംഘം എന്ന് പറയുന്ന മുസ്ലിം സംഘടന ഉണ്ടായിരുന്നു. പിന്നീട് അതിൽ നിന്ന് കുറച്ച് ആളുകള് ഞങ്ങൾക്ക് അല്ലാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിച്ചാൽ പോരാ, ഞങ്ങൾക്ക് ബദരീങ്ങളെയും മൊഹീദീൻ ശൈഖിനെയും അതുപോലുള്ള തങ്ങന്മാരെ കുറിച്ച് പ്രാർത്ഥിച്ചാലേ ശരിയാവൂ എന്ന ആ ശിർക്കിന്റെ വിദേഹത്തിന്റെ ചിന്തകളുമായി കുറച്ചാളുകൾ മാറിപ്പോയി. എന്നാൽ ആദ്യം ഉണ്ടാക്കിയ ആ സംഘം നിലനിന്നു. അതാണ് കേരള ജംഇയ്യത്തുൽ ഉലമ. കേരളത്തിൽ സ്ത്രീകൾ പഠിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ അവസ്ഥയിൽ ഇന്ന് ലോകത്തിന് അഭിമാനമാകുന്ന രൂപത്തിൽ മുസ്ലിം വനിതകൾ ഉയർന്നു വന്നത് ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനപരമായിട്ടാണ്. മദ്രസകൾ ആരംഭിച്ചു. മദ്രസ പാടില്ല എന്ന് പറഞ്ഞെടുത്ത് മദ്രസകൾ ആരംഭിച്ചുകൊണ്ട് കുട്ടികൾക്ക് ദീൻ ഖുർആൻ പഠിക്കേണ്ട ആവശ്യമില്ല, തങ്ങന്മാരുടെയും ശൈഖന്മാരുടെയും സ്വഹാബത്തിന്റെയും കഥകൾ മാത്രം മതി എന്ന് പറഞ്ഞെടുത്ത് അള്ളാഹുവിന്റെ ഖുർആൻ പഠിക്കുന്ന, അത് വായിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് സമൂഹത്തിൽ കൊണ്ടുവരാൻ ഖുർആൻ ക്ലാസുകളും ഖുർആൻ പഠന ക്ലാസുകളും കൂടി പ്രസ്ഥാനത്തിന് കഴിഞ്ഞു. അതേപോലെ തന്നെ ഗവൺമെന്റ് സർവീസിൽ ഇന്ന് മുസ്ലിങ്ങൾ ഭൂരിഭാഗവും ഇന്ന് ധാരാളം മുസ്ലിങ്ങൾ ഉദ്യോഗസ്ഥരായി വിജ്ഞാനസമ്പന്നരാക്കാൻ സ്കൂളുകൾ ആരംഭിച്ചുകൊണ്ട്, കോളേജുകൾ ആരംഭിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനം മുന്നോട്ട് വന്നുകൊണ്ട് അത് ചെയ്യാൻ കഴിഞ്ഞു. അതേപോലെ പണക്കാരന്റെ വീട്ടിൽ റമദാന്റെ അവസാനത്തിൽ പത്തിൽ പോയി ഭിക്ഷയാഴ്ച നിൽക്കുന്ന മുസ്ലിം സമുദായത്തിനെ അവർ പോലും അറിയാതെ അവരുടെ വീടുകളിൽ കൊണ്ടുപോയി സക്കാത്ത് കൊടുക്കുന്ന സംഘടിതമായ സക്കാത്ത്, അവർക്ക് വീടുകൾ ഉണ്ടാക്കി കൊടുക്കുന്ന, തൊഴിലുകൾ ഉണ്ടാക്കി കൊടുക്കുന്ന, വിദ്യാഭ്യാസം കൊടുക്കുന്ന അവസ്ഥയിലേക്ക് സക്കാത്തിനെ പരിവർത്തിപ്പിക്കാൻ കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്ക് കഴിഞ്ഞു. ബദരീങ്ങളെ
നടത്ത് അള്ളാഹുവെ രക്ഷിക്കണേ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ചിന്തിപ്പിക്കാൻ കേരളീയ സമൂഹത്തിന് ഈ കേരള ജമിയത്തുൽ ഉലമ കഴിഞ്ഞു എന്നുള്ളത് വലിയ നേട്ടമാണ്. അങ്ങനെ ഒട്ടനവധി നേട്ടങ്ങൾ കൊണ്ടുവന്ന് അതെ ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഒരുപാട് കാര്യങ്ങൾ ഓരോ വെള്ളിയാഴ്ചയും നിങ്ങൾ ദീന് പഠിക്കുന്നുണ്ടെങ്കിൽ മലയാളത്തിൽ നിങ്ങൾക്കത് കേൾക്കാൻ പഠിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഈ ഒരു സംവിധാനം കൊണ്ടുവന്നത് കേരള ജമിയത്തുൽ ഉലമയാണ്. സ്ത്രീകള് മരിച്ചാൽ മാത്രം പള്ളിയിൽ കേൾക്കുന്ന അവസ്ഥയിൽ നിന്ന് സ്ത്രീകൾക്ക് പള്ളിയിൽ വരാനും ദീന് പഠിക്കാനും അവർക്ക് ഇബാദത്ത് ചെയ്യാനുമുള്ള അവസ്ഥയിലേക്ക് കൊണ്ടുവന്ന ഈ പ്രസ്ഥാനമാണ്. സ്ത്രീകൾ പള്ളിയിൽ പോകാൻ പാടില്ല എന്ന് പറയുന്ന ആളുകൾ പോലും ഇന്ന് റോഡ് സൈഡുകളിലുള്ള പള്ളികളിൽ സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ സൗകര്യമുണ്ട് എന്ന് എഴുതി വെച്ച് ഒരു റൂം റെഡിയാക്കി വെച്ചിട്ടുണ്ട് എങ്കിൽ അത് ഈ ജമിയത്തുൽ ഉലമയുടെ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ്. അങ്ങനെ ഒരുപാട് നേട്ടങ്ങള് മുസ്ലിം സമുദായത്തിന് മറ്റു സമുദായങ്ങളിടയിൽ ഇസ്സത്തുള്ള ഒരു അന്തസ്സുള്ള സമൂഹമായി ഇന്ത്യക്ക് അല്ല ലോകത്തിന് മാതൃകയുള്ള ഒരു സമുദായമായി വളർത്തിക്കൊണ്ടുവരാൻ കേരള ജമിയത്തുൽ ഉലമ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിന്റെ മൗലവിമാരെ ഒരുപാട് തല്ലുകൊണ്ടിട്ടുണ്ട്, ചിലവരെ കൊന്നു കളഞ്ഞിട്ടുണ്ട്, ചിലരുടെ ഭാര്യമാരെ നിർബന്ധിച്ച് ത്വലാഖ് ചൊല്ലിപ്പിച്ചിട്ടുണ്ട്, പലരും നാട് വിട്ടുകൊണ്ട് മറ്റു നാടുകളിലേക്ക് പോകേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പീഡനങ്ങൾ നമ്മുടെ ഈ പള്ളി പോലും ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് ഇവിടെ പോലും കറുത്ത ബേഡ്ജ് ധരിച്ചുകൊണ്ട് ഹർത്താൽ ആചരിച്ചുകൊണ്ട് ഇങ്ങനൊരു പള്ളി ഇവിടെ ഉണ്ടാകാൻ പാടില്ല എന്നുള്ള ശക്തമായി എതിർത്തൊരു കാലം ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇതിനെല്ലാം നാം പിടിച്ചുന്ന ക്ഷമയോടെ സഹനത്തോടെ അല്ലാഹുവിന്റെ ദീൻ ഉയർത്തിക്കൊണ്ടുവരാൻ അതിന്റെ ഫലമായി ഒരുപാട് നേട്ടങ്ങളാണ്. ആ ജമിയത്തുൽ ഉലമ വഴിയാണ് ഈ തമിഴ്നാട്ടിലും അല്ലാഹുവിന്റെ തൗഹീദിന്റെ പ്രകാശം വരുന്നത് ആ ജമിയത്തുൽ ഉലമ വഴിയാണെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് അതിന്റെ 100ാം വാർഷികം ജനങ്ങളെ ഈ ആദർശങ്ങൾ ബോധ്യപ്പെടുന്നതിന്റെ ഭാഗമായി കൊണ്ട് പലയിടത്തും പല പ്രോഗ്രാമുകളും നടത്തി അവസാനം ഇൻഷാ അല്ലാഹ് മറ്റന്നാൾ ഞായറാഴ്ച കോഴിക്കോട് കടപ്പുറത്ത് വൈകുന്നേരം 4:30 മണി മുതൽ ആരംഭിക്കുന്ന പണ്ഡിതന്മാരുടെ മഹാസമ്മേളനമുണ്ട്. നിങ്ങളെ എല്ലാവരെയും അതിലേക്ക് ക്ഷണിക്കുകയാണ്. ഇവിടുന്ന് ട്രെയിനും ബസ്സും സൗകര്യങ്ങളെല്ലാം ഉണ്ട്. നാം എന്തിനു വേണ്ടി പോകണം? ആളെ കൂട്ടാനല്ല, മറിച്ച് അതിനെ സഹായിച്ചാൽ ആളെ കൊണ്ടോ പൈസ കൊണ്ടോ മനസ്സുകൊണ്ടോ അതിനെ സഹായിച്ചാൽ ആ പ്രസ്ഥാനം ചെയ്യുന്ന നന്മകളിൽ നമുക്കൊരു പങ്ക് വന്നു ചേരും എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. ഇവിടെ ഇലക്ഷൻ നിൽക്കലോ വോട്ട് വാങ്ങലോ ഒന്നും ഈ സംഘടനയുടെ ഉദ്ദേശമല്ല, മറിച്ച് ആളുകളെ ശിർക്കിൽ നിന്നും ബിദ്അത്തിൽ നിന്നും മാറി സ്വർഗത്തിന്റെ പാതയിലേക്ക് പോകണം, മുസ്ലിം സമൂഹത്തിന് ഇസ്സത്തും അഭിമാനവുമുള്ള സമൂഹമായി മാറണം എന്നത് മാത്രമാണ് കേരള ജമിയത്തുൽ ഉലമയുടെ അന്ന് മുതൽ ഇന്ന് വരെയുള്ള പ്രവർത്തനത്തിന്റെ ഫലമായിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ നേതൃത്വം നൽകുന്ന ഉലമാക്കൾക്ക് അല്ലാഹുവിന്റെ ആരോഗ്യം ദീർഘായുസ്സും പ്രദാനം ചെയ്യുമാറാകട്ടെ. ആ ആരോഗ്യത്തിൽ പ്രവർത്തിച്ച എല്ലാ സഹോദരങ്ങൾക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമുക്കും അതിന്റെ കൂടെ ചേർന്നുകൊണ്ട് ഈ മുസ്ലിം സമൂഹത്തിന് സമാധാനത്തിന്റെ ഇസ്സത്തിന്റെ ഒരു വഴി കാണിക്കാൻ ഒത്തുചേരാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعصمنا من النار، اللهم أعصمنا من النار، اللهم أعصمنا من النار، ولا تشبه القنا بالنار، ولا تجعلنا من حطب النار، فإنها بئس الدار وبئس المثوى وبئس القرار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. وصلى الله وسلم على محمد وآله والحمد لله رب العالمين.